ലെമൺ സ്ക്യൂസ് ചെയ്ത വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഞാൻ രാവിലെ ഒരു ബോട്ടിൽ കുടിച്ചത്. പിന്നെ വർക്കൗട്ട് കഴിയുമ്പോഴും വർക്കൗട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ഇതേപോലെ ഒരു ബോട്ടിൽ കൂടെ കുടിക്കും. കാരണം ലോ പ്രഷർ ഒന്നും വരാതിരിക്കാൻ. ലോ ഷുഗർ വന്നാൽ കഴിക്കാൻ ഒരു ഓറഞ്ചും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ സ്കൂൾ ബസ്സുകളും അതുപോലെ ഈ ട്രാഫിക്കും കുഞ്ഞുങ്ങളുമായിട്ട് പാരൻസ് ഓടുന്നതും കുഞ്ഞുങ്ങൾ ബസ്സിൻ്റെ പുറയിൽ ഓടുന്നതും ഒക്കെ കാണുമ്പം ശരിക്കും ഞാൻ വർക്ക് ചെയ്ത ഒരു സമയമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞങ്ങൾക്ക് പക്ഷേ ടൈമിങ് ഒരു 5:30 ആകുമ്പം ബസ് വരുമായിരുന്നു. അപ്പം ഓരോ ബസ്സിനും ഓരോ നമ്പറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്പർ നോക്കി നമ്മൾ നിൽക്കും. കാരണം ഓരോന്നും ഓരോ റൂട്ടിലാണ് പോകുന്നത്. ബസ്സിൽ ഇരുന്നാണെന്നുണ്ടെങ്കിൽ ഉറക്കമാണ്. കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല വർക്ക് ലോഡാണ്. ഇവിടെ UAE-ലൊക്കെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് ഞാൻ പറയുന്നത് മനസ്സിലാവും. വർക്ക് ലോഡ് നമ്മൾ വീട്ടിലോട്ട് വന്ന് കയറുമ്പം തന്നെ നമുക്ക് ലെസൺ പ്ലാനും കാര്യങ്ങളും ഒക്കെ പ്രിപ്പയർ ചെയ്യണം. അത് കഴിഞ്ഞ് വീട്ടിലെ കാര്യം നോക്കണം. പിന്നെ നെക്സ്റ്റ് ഡേ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടിയ ഒരു സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മെമ്മറിയിൽ ഇങ്ങനെ വരും ഈ സ്കൂൾ ബസ്സൊക്കെ കാണുമ്പം. അങ്ങനെ നമ്മൾ നമ്മുടെ ജിമ്മിലെത്തി. ഇതായിരുന്നു ഇന്നത്തെ മോട്ടിവേഷൻ. ഇതാ കണ്ടില്ല, ഞാൻ ഇന്ന് സർക്യൂട്ട് ട്രെയിനിങ് ചെയ്തിട്ടുള്ള അവസ്ഥയായിരുന്നു ഇത്. ഭയങ്കര ട്രാഫിക്, രാവിലെ തൊട്ട് ഭയങ്കര ട്രാഫിക്കാണ്. ഇപ്പം എനിക്കൊന്ന് ആക്സിഡൻറ്റ് എന്തോ പറ്റിയിട്ടുണ്ട്. സോ എഗെയിൻ ഭയങ്കര ട്രാഫിക്. ഇതാ പുറകിലൊക്കെ വണ്ടി കിടപ്പുണ്ട്. ഞാനിങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നു. പിന്നെ ഫോൺ നോക്കാൻ പറ്റത്തില്ല, ഭയങ്കര വെയിലാണ്. നേരെ നോക്കി നടക്കാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ ഫോൺ നോക്കി നടക്കാൻ. അങ്ങനെ തിരിച്ച് നമ്മൾ നമ്മുടെ ഫ്ലാറ്റിലെത്തി. നിങ്ങൾക്ക് വെയിലിൻ്റെ ആ ഒരു കാഠിന്യം ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നല്ല ചൂടും ഉണ്ട് കേട്ടോ. ജിമ്മിലെ വിശേഷം, ഇന്ന് ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടാണ് ചെയ്തത്. നല്ല പാടായിരുന്നു. എനിക്ക് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ഇപ്പം ടമ്മിക്കുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ജമ്പിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞാനങ്ങ് തളർന്നു വീഴുന്ന പോലെ. പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് സ്പൈസസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ലേറ്റ് നൈറ്റ് ഡിന്നറായിരുന്നു. അതിൻ്റെ നല്ല ബുദ്ധിമുട്ടാണ്. എനിക്കിങ്ങനെ എരിച്ചെരിച്ച് വരുമായിരുന്നു നെഞ്ചിലോട്ട്. സോ ഇന്ന് എനിക്കൊരു വല്ലാത്ത ദിവസമായിരുന്നു. അതുകൊണ്ട് ഇന്നൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ഇനി ലേറ്റ് നൈറ്റ് എന്തൊക്കെ സംഭവിച്ചാലും ഒന്നും കഴിക്കത്തില്ല. രണ്ടാമത് സ്പൈസസ് നന്നായിട്ട് ഞാൻ കുറയ്ക്കും. ഇതൊക്കെയാണ് ഇന്നെൻ്റെ ഒരു ഡിസിഷൻ. ഇന്ന് പിന്നെ ഹാപ്പി ആയിട്ട് നടന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അങ്ങോട്ട് പോയപ്പം എൻ്റെ കാല് കൊളുത്തി പിടിച്ചില്ല എന്നുള്ളതാണ്. ക്രാംസ് ഇന്ന് വന്നില്ല. സോ അതൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ലിഫ്റ്റിൽ കയറി ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ മനസ്സിന് എന്തോ ഒരു സന്തോഷമാണ്. പ്രോഗ്രഷൻ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, അതിന് വേണ്ടിയിട്ട് എടുത്തു വെക്കുന്നതാണ്. നന്നായി ലേറ്റായിട്ടാണ് വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ജോലിയാണ്. ഇന്ന് പിന്നെ സാറ്റർഡേ ആണ്. സോ ഇച്ചിരി ഒരു സമാധാനമുണ്ട്. സോ അതുകൊണ്ട് നല്ല ലേറ്റായിട്ടാണ് വന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എടുത്തത് അപ്പമായിരുന്നു. അപ്പവും മുട്ട പുഴുങ്ങിയതും കുറച്ച് ചിക്കൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു. അതും കഴിച്ചു. ഒരു ഗ്രീൻ ടീയും കുടിച്ചു. അതിനുശേഷം ഉച്ചയ്ക്ക് ഇന്ന് സ്പെഷ്യലാണ് ഡെഗ് റോസ്റ്റും പാൽക്കപ്പയും പിന്നെ നമ്മുടെ ചൂര കറി വെച്ചതും ഒക്കെ ആയിട്ട് ചോറ് കഴിച്ചു. ഈ ഇച്ചിരി ചോറ് ഇതേ കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്റ്റൈലിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തു. വൈകിട്ട് സ്നാക്സിന് ഒരു ഇലയപ്പം കഴിച്ചു. കുക്കിംഗ് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഇപ്പം എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഫിഷ് മാർക്കറ്റിൽ പോവാണ് ഫിഷ് മേടിക്കാൻ വേണ്ടിയിട്ട്. ജീവൻ എൻ്റെ പണിയിലിപ്പോണ്ട്. ഒത്തിരി പേര് എന്നോട് പറഞ്ഞായിരുന്നു കുഞ്ഞുങ്ങളെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തിയിട്ട് പോകരുത്, ഫൈൻ അടിച്ചു എന്നൊക്കെ. ആക്ച്വലി ഞങ്ങൾ വന്ന ശേഷം ഇതുവരെ ഇങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത്. ഇതുവരെയായിട്ട് ഫൈനൊന്നും വന്നിട്ടില്ല. പിന്നെ ഇവർ ബാക്കിൽ ഇരിക്കത്തില്ല. ഇവർ ബാക്കിൽ ഇരുത്തുവാണെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ ഫ്രണ്ടിൽ വരും, ഒറ്റയ്ക്കിരിക്കും. അപ്പൊ അതിനേക്കാളും സേഫ് ഇപ്പൊ ഞാൻ പിടിച്ചോണ്ടിരിക്കുന്നതല്ലേ, അതുകൊണ്ടാണ് ഫ്രണ്ടിൽ ഇരുത്തുന്നത്. പിന്നെന്താ, പിന്നെ നമുക്ക് ഡയറ്റും കാര്യങ്ങളും ഇപ്പൊ ഇനിയും കുറച്ച് സ്ട്രിക്റ്റ് ആക്കാന്ന് വിചാരിച്ചു. ഞാനിപ്പം അത്യാവശ്യം ചോറും അങ്ങനെയുള്ള ചപ്പാത്തി അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നത്. കാരണം ഒരു 7 days കൊണ്ട് 2 kg കുറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് കുറഞ്ഞില്ലെന്നല്ല, എനിക്ക് നന്നായിട്ട് ഇഞ്ചസ് ലോസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വെയിറ്റ് ലോസ് ഭയങ്കര സ്ലോ ആണ്. മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാപ്സ് കഴിക്കുന്നത്. എൻ്റെ ബോഡിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ഒരു ബോഡിയാണ്. പെട്ടെന്ന് ഇൻസുലിൻ സ്പൈക്ക് ഒക്കെ വരും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കാപ്സ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു ലോ കാർബ് ഡയറ്റോ അല്ലെങ്കിൽ ഒരു നമ്മുടെ കീറ്റോ അതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ ശ്രമിക്കും, എനിക്ക് പറ്റുവാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പോർഷൻ കൺട്രോൾ ആണ്. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശക്കുമ്പോൾ മാത്രം കഴിക്കുക എന്നുള്ളൊരു ടെക്നിക്ക്. മൂന്നാമത് ഞാനിപ്പം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന് ഞാനൊരു ഇപ്പോൾ ഒരു 6 o'clock ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ ഞാനൊന്നും കഴിക്കാറില്ല. അതും ഞാൻ ഓക്കെ ആയി. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇനി ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഫിഷൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ 2 ആഴ്ച കൂടുമ്പോൾ മേടിക്കും. ബട്ട് സ്റ്റിൽ ഈ പ്രാവശ്യം കൂടുതൽ ആ ഗ്രില്ലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഫിഷ് മേടിക്കണമെന്ന് പറഞ്ഞ് പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം.
ഫിഷ് മാർക്കറ്റിൽ ചെന്നപ്പോൾ തന്നെ രണ്ടുപേരെ എടുത്ത് ഞങ്ങൾ ട്രോളിയിൽ വെച്ചു. ഇവർക്ക് സ്ട്രോളറുണ്ട്, പക്ഷേ ഇവർ സ്ട്രോളറിൽ ഇരിക്കത്തില്ല, ഇവർക്ക് ട്രോളിയിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം. എനിക്കറിയില്ല എന്ത് ടൈപ്പ് പിള്ളേരായതെന്ന്. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കുറേ ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് ചൂര ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്കിപ്പോൾ അലർജി ഉള്ളതുകൊണ്ട് തന്നെ കൊഞ്ച്, അയില ഈ ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. സോ എനിക്ക് കൂടുതലായിട്ട് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസാണ് ഞങ്ങൾ കൂടുതലായിട്ടും എല്ലാം മേടിക്കുന്നത്. ഹസ്ബൻഡ് അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റഡ് ആണ്. പിന്നെ അതാ മീൻ മുട്ട ഒരു വെറൈറ്റി ടൈപ്പ് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ എടുത്തതാണ് കേട്ടോ. പിന്നെ നല്ല രീതിയിൽ നമുക്കുള്ള കൊഞ്ച്, ഞണ്ട്, പിന്നെ കക്ക അങ്ങനെയുള്ള സാധനങ്ങളും അവൈലബിൾ ആയിരുന്നു. ഞങ്ങൾ ഞണ്ട് മേടിച്ചു കേട്ടോ, കൊഞ്ച് എനിക്ക് പറ്റില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ചിക്കനും മേടിച്ചു. പിന്നെ സുധീഷാന് വേണ്ടിയിട്ട് ബീഫ് മേടിച്ചു. കാരണം എനിക്ക് ബീഫും മട്ടനും ഒന്നും തന്നെ കഴിക്കാൻ പറ്റത്തില്ല, അലർജിയാണ്. അപ്പോൾ ഇതെല്ലാം മേടിച്ച് നമ്മളിനിയും വണ്ടിയിലോട്ട് വെക്കുവാണ്. വണ്ടി ഡയറക്റ്റ് വെക്കത്തില്ല, ഞാൻ വലിയൊരു കവർ എടുത്തിട്ടുണ്ടായിരുന്നു, ആ കവറിനകത്ത് എല്ലാം കൂടെ തട്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ ഏതാണ്ടൊക്കെ മീൻ മേടിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാനിത് ഓരോരോ ബോക്സിലാക്കണം. അത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. ആ സമയത്ത് നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ ഒന്നാമതായിട്ട് മേടിച്ചത് സാൽമൺ ആണ്. ഇതെനിക്ക് ഗ്രില്ല് ചെയ്തൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഭയങ്കര നല്ല ഒമേഗ 3 ഒക്കെ ഉള്ളതാണ്. പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഒത്തിരി കഴിച്ചതാണ്. പിന്നെ ബീഫ് ഞാൻ 2 പാത്രത്തിലാക്കി വെച്ചു, കാരണം സുധീഷണ്ണ മാത്രം മതി. പിന്നെ ചിക്കൻ, ഇത് ഞങ്ങൾ രണ്ടും കഴിക്കും. പിന്നെ സീബ്രിനോ അങ്ങനെയൊക്കെയുള്ള മീനാണ് കേട്ടോ. പിന്നെ കണവ ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് കണവ ഞങ്ങൾ 2 കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും 2 പാത്രത്തിലാക്കി. അതിൻ്റെ കൂടെ വേറെ ഫിഷും കൂടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചു. പിന്നെ കണവ കഴിഞ്ഞ് പിന്നെ തിലോപ്പിയ മീനുണ്ടല്ലോ, അത് വലിയതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ മുറിച്ച് ഓരോന്ന് വെക്കേണ്ടി വന്നു, കാരണം അത്രയും വലിയ നീളമുള്ള പാത്രമില്ലല്ലോ. പിന്നെ നമ്മുടെ സ്വന്തം ഞണ്ട് റോസ്റ്റ് സുധീഷാണ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വെക്കുന്നത്. ചൂര വെക്കാൻ പാത്രമില്ലാത്തതുകൊണ്ട് ഞാൻ ഓട്സിൻ്റെ വലിയൊരു ടിന്നിനകത്ത് ചൂര അച്ചാറിട്ട അവസ്ഥയിൽ വെക്കേണ്ടി വന്നു, കാരണം നല്ല വലിയ ചൂരയായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ഞങ്ങൾ തിന്ന് തീർക്കുമെന്ന്. അതെ, ഞങ്ങൾ തിന്ന് തീർക്കും, കാരണം ഞങ്ങൾക്ക് ഫിഷ് ഇഷ്ടമാണ്, എല്ലാ ദിവസവും ഫിഷ് വേണം. പിന്നെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഫ്രിഡ്ജിൻ്റെ എല്ലാ മീറ്റും എല്ലാം ഉണ്ട്. അപ്പം കൂടുതലായിട്ട് നമുക്ക് പ്രോട്ടീനൊക്കെ കഴിക്കാമല്ലോ, അത് ഉദ്ദേശിച്ച് മേടിക്കുന്നത്. ചോറ് വലിച്ച് വാരി തിന്നണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ സമയം നോക്കൂ, 1 മണി. ഇനിയും എല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. ഇനി ഞാൻ കിടക്കട്ടെ. ബൈ.